നമുക്ക് നയൻസിൻ്റെ ഈ ലുക്ക് ഒന്ന് റിക്രിയേറ്റ് ചെയ്താലോ? നോക്കി നോക്കാം. നയൻസ് ആകുമോ അത് 8 ആകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം മുഖം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ നയൻസിൻ്റെ മുഖം നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ആവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നയൻസിൻ്റെ മുഖം നല്ല വെട്ടി തിളങ്ങാട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റർ മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ ഹൈലൈറ്റർ തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മേലെ കൂടെ ഒരു ലെയർ സ്ട്രോപ്പ് ക്രീം, നമ്മുടെ മാൾസിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒരു ലെയർ തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നെക്സ്റ്റ് മേക്കപ്പിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കുറേയൊന്നും എടുത്തിട്ടില്ല. ഒക്കെ ഈ പ്രൊഡക്റ്റൊക്കെ 200-300ൻ്റെ റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. കാരണം മാൾസിൻ്റെ ഒക്കെ നല്ല ആഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്നത് ഇങ്ങനത്തെ കുറച്ച് മാൾസ് സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ ഐറ്റംസ് നല്ല റേറ്റ് കുറവിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു 1 ലെയറും കൂടിയും ഹൈലൈറ്റർ, അതായത് സ്ട്രോപ്പ് ക്രീമിന് ശേഷം നമുക്ക് 1 ലെയർ കൂടി ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് മീൻസ് നമ്മൾ ഗസ്റ്റ് ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഹൈലൈറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്ക് ഒരു ലെയർ കൂടി അതിട്ട ശേഷം നെക്സ്റ്റ് നമുക്ക് വേറെ മറ്റ് ചില മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെപ്പ് 1 ബൈ 1 ആയിട്ട് പറയാം. ഫസ്റ്റ് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്തു, അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസർ ചെയ്ത് കൊടുത്തു. പിന്നീട് നമുക്ക് ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു. പിന്നെ ഹൈലൈറ്ററിൻ്റെ മേലെ കൂടി സ്ട്രോപ്പ് ക്രീം ഇട്ടു, അതിൻ്റെ മേലെ കൂടി സ്ട്രോപ്പ് ക്രീം ഇട്ടു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫൗണ്ടേഷൻ നമുക്ക് ഡോട്ടായിട്ടാണ് മുഖത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കൈ കൊണ്ടാണ് ആദ്യം ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രമല്ലോ, കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് മുഖത്ത് ഫൗണ്ടേഷൻ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ മുഖം നല്ല വൃത്തിയായിട്ട് ഇരിക്കണം കേട്ടോ. ആൻഡ് നമുക്ക് സ്പോഞ്ച് എടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബ്ലെൻഡിങ് എത്രമാത്രം കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇപ്പോഴാണ് നല്ല രീതിയിലൊന്ന് പഠിച്ചു വരുന്നത്. ഞാൻ മുന്നേ വേറെ എവിടെയും പോയി പഠിച്ചിട്ടില്ലായിരുന്നു, കണ്ടിങ്ങനെ പഠിച്ചതാണ് കേട്ടോ. നമുക്ക് കളർ കറക്റ്റർ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിൻ്റെ താഴ്ഭാഗവും മേൽഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എന്താ പറയുക, കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കളർ കറക്റ്റർ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പർപ്പിൾ കളർ കറക്റ്ററാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ചുണ്ടിൻ്റെ അവിടുത്തെ കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിൽ എപ്പോഴും ചില ആൾക്കാർക്ക് ഉണ്ടാവും, എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ ചുണ്ടിൻ്റെ താഴെ സൈഡായിട്ട് കറുപ്പ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്രീം, ഈ കളർ കറക്റ്റർ നന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ അടുത്ത കളേഴ്സൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഷ് ഒന്ന് ഇട്ട് കൊടുക്കുക, കോൺടൂർ ഒന്ന് ചെയ്ത് കൊടുക്കാന്നുള്ള കേട്ടോ. അപ്പോൾ ഞാൻ മുഖം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കോൺടൂർ നമുക്ക് ചീക്കിനൊക്കെ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ലൊരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കിട്ടുന്ന ഒരു ഇതാട്ടോ. മൂക്കൊക്കെ നല്ല എന്താ പറയുക, മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ലുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺടൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഖത്ത് ചീക്സിലും നമ്മുടെ നോസിലും മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൗഡർ ഒന്ന് അപ്ലൈ ചെയ്യാം. ലൂസ് പൗഡറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കോമ്പാക്റ്റ് വളരെ മിനിമം മേക്കപ്പ് ലുക്കിന് കോമ്പാക്റ്റ് മതി. കുറച്ച് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ലുക്കിന് നമുക്ക് ലൂസ് പൗഡർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ക്രീം ബ്ലഷ് ആട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു ട്യൂബിൽ വരുന്നുണ്ട്, ബ്ലഷ് ബോംബ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. നല്ലതാണ്, നല്ല പെട്ടെന്ന് നല്ല കുറച്ച് മതി കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ എടുത്തു പോയി, കുറച്ച് മതി ശരിക്കും നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂക്കുമേ ഇതൊന്ന് ബ്ലഷ് പരട്ടുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആദ്യം ഉപയോഗിക്കാനുള്ളത് ഹൈലൈറ്റർ ആണ്. ഹൈലൈറ്ററിൻ്റെ ഒന്നുകൂടി നമുക്ക് ഹൈലൈറ്റർ എന്താ പറയുക, മുഖത്ത് 1 കോട്ടും കൂടി അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഒരു എന്താ പറയുക, കണ്ണിൻ്റെ അടിയിലും കൂടി നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂക്കുമേയും അതുപോലെ തന്നെ മുഖം മൊത്തം ഗ്ലാമായി നിൽക്കണം എന്ന് വെച്ചാൽ എന്തായാലും ഫേസ് അത്രയും നല്ല ഗ്ലാം ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് അത്രയെങ്കിലും എത്തിക്കേണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ 1 ലെയർ കൂടി ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല രീതിയിലൊന്ന് ഒരു ഗ്ലോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത മേക്കപ്പ് സ്റ്റെപ്പിലോട്ട് നമുക്കൊന്ന് പോവാം കേട്ടോ.
ഇനി ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഐ മേക്കപ്പ് ആട്ടോ. നമ്മുടെ ഐലൈനർ ഒരു ന്യൂഡ് ഷെയ്ഡാട്ടോ ഉള്ളത്. അപ്പം ഞാനൊരു ബ്രൗൺ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഐലൈനർ നല്ല എന്താ പറയുക, കുറച്ചൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്മോക്കി ഐസ് ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ സ്മോക്കി ഐസിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. നേതാരയുടെ ആ ലുക്കിൽ സ്മോക്കി ഐസ് ആണ് കേട്ടോ. അപ്പം അത് കിട്ടാൻ കുറച്ച് പണിയെടുക്കേണ്ടി വരും. നമ്മുടെ ഐ ഷെയ്ഡ് ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിൽ അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, കണ്ണിൻ്റെ താഴെയും അതായത് കൺതടത്തിലും നല്ല രീതിയിലൊന്ന് ആ കളറ് തന്നെ ഐ ഷെയ്ഡ് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു കാജൽ ഉപയോഗിച്ചിട്ട്, ഞാനിപ്പോൾ നമ്മുടെ ബ്ലൂ ഹെവൻ്റെ കാജലാണ് എടുത്തുള്ളത്. ഒന്നൊരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. അത് വരച്ച് കൊടുത്ത ശേഷം അതൊന്ന് നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടുന്നുണ്ടോ നമുക്ക്. അപ്പോൾ ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് നല്ല രീതിയിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. മസ്കാര അപ്ലൈ ചെയ്യാൻ എനിക്ക് ഐലാഷസ് കുറവായ കാരണം മസ്കാര എങ്ങനെ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, ഐലാഷസ് വെക്കേണ്ടി വരും. ഞാൻ പൊതുവേ എനിക്ക് അത്രയും വലിയ ആർട്ടിസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, കണ്ണിൻ്റെ താഴെയുള്ള ഭാഗത്തുള്ള മസ്കാര നല്ല താഴെയുള്ള ഭാഗത്തും കൂടി മസ്കാര നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി സ്മോക്കി ഐസിലേക്ക് തന്നെ തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ചെറിയ കണ്ണുകളും കൂടി ആയ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ നമുക്ക് തട്ടിമുട്ടി ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഒരു ഭയങ്കരമായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നല്ല, പഠിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു സ്മോക്കി ഐസ് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കാജലിൻ്റെ മേലെ കൂടെ നമുക്ക് ഐലൈനർ ഒന്ന് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഐലൈനറും കൂടി ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അങ്ങനെ എഴുതി കൊടുത്ത ശേഷം നമുക്ക് താഴെ എന്താ പറയുക, കാജൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ കാജലും കൂടി ഒന്ന് എഴുതി കൊടുത്ത ശേഷം അതും കൂടി ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു സ്മോക്കി ഐസ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടോ. അപ്പം ഞാനിതിന് ശേഷം പൗഡർ എടുത്തിട്ടുണ്ട്. അതിനടിയിൽ വീണ്ടും ഞാനൊരു എന്താ പറയുക കുറച്ച് ഐ ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് ലിപ് മേക്കപ്പ് ആണ്. അപ്പോൾ നയൻതാരയുടെ ഷെയ്ഡ് എന്ന് പറയുന്നത് കുറച്ച് വാമായിട്ടുള്ള ഷെയ്ഡാട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒന്നും കൂടി വൺ സ്റ്റെപ്പും കൂടി ഞാൻ ഹൈലൈറ്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട്, കാരണം എപ്പോഴും അത് ഹൈലൈറ്ററുമുള്ള കളിയാണ്, കംപ്ലീറ്റ് ഹൈലൈറ്ററാണ്. മുഖം തിളങ്ങണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലഷ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ ഇട്ടത് ക്രീം ബ്ലഷ് ആണെങ്കിൽ ഇപ്പോൾ ഇടുന്നത് പൗഡർ ബ്ലഷ് ആട്ടോ. അപ്പോൾ ക്രീം ബ്ലഷ് ഇടുമ്പോൾ നല്ലൊരു എഫക്റ്റ് വരില്ല. മേക്കപ്പ് ചെയ്തൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് പൗഡർ ബ്ലഷ് എന്ന് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു ഇതൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അണ്ടർ ബഡ്ജറ്റിലാണ് കംപ്ലീറ്റ് ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുള്ളത്. എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ലോങ് വീഡിയോ ചെയ്യണമുണ്ടോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പ്രൊഡക്ട്സ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോ ഉടനെ തന്നെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹൈലൈറ്റർ, പൗഡർ ഹൈലൈറ്റർ, നമുക്കിപ്പോൾ പൗഡർ ബ്ലഷ് അല്ലേ കൊടുത്തത്, ഇനി പൗഡർ ഹൈലൈറ്ററും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഫേസ് മേക്കപ്പ് ഏതാണ്ടൊക്കെ ലെവലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലിപ് മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഒരു ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത് ലിപ് ലൈനർ. അതിന് ശേഷം ഞാൻ അതൊന്ന് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഏത് ഇതാണോ ഏത് ലിപ് ലൈനറോണ്ടാണ് നമ്മൾ എടുത്തത് അത് നമ്മുടെ ചുണ്ടുമ്പോൾ കംപ്ലീറ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ നയൻതാരയുടെ ആ ചിത്രത്തിലുള്ള ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ച് വാമായിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഷെയ്ഡാണുള്ളത് കേട്ടോ. അപ്പം ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഹെയർ സ്റ്റൈൽ അതാണ്, നമുക്ക് കുറച്ച് പഫായിട്ട്, എൻ്റെ ഹെയർ ഒന്നും ചെയ്തിട്ടില്ല, നോർമൽ ഹെയർ ആണ്. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കയ്യിൽ സ്ട്രെയിറ്റ്നറും കേളറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കുറച്ച് പോണി ടൈലായിട്ട് മുടി ഇങ്ങനെ കെട്ടി വെക്കുക കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, അതിൽ നേന്താരം ഇട്ടുള്ളത് സ്റ്റോണിൻ്റെ കമ്മലും സ്റ്റോണിൻ്റെ ഒരു നെക്ലേസുമാണ്. അപ്പോൾ നെക്ലേസിൻ്റെ കയ്യിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ സ്റ്റോണിൻ്റെ കമ്മൽ മാത്രം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് സാരി നമുക്ക് ബ്ലൂ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പൊട്ടാണ് നേന്താരം വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയ പൊട്ടും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏതാണ്ടൊക്കെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളോടും കൂടി കിടക്കുക. അപ്പോൾ ചുണ്ടിൻ്റെ അടുത്ത മാർഗം നമ്മുടെ നയൻതാരയ്ക്ക് അതാണ് നമ്മുടെ നയൻതാരയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതെല്ലാം മീൻസ് മുഖത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്റ്റോണിൻ്റെ ഒരു കമ്മൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മുഖം നല്ല തിളങ്ങിയിരിക്കുന്നുണ്ട്, ലൈക്ക് കംപ്ലീറ്റ് പവർ ഓഫ്
ഹൈലൈറ്റോ. ഹൈലൈറ്റിൻ്റെ ഫുൾ എഫക്റ്റാണ് എൻ്റെ മുഖത്തുള്ളത്. അപ്പോൾ എനിക്ക് മാല കിട്ടാല്ലാത്തതുകൊണ്ട് ഞാൻ മോളുടെ ഡ്രസ്സുമത്തെ ഒരു ലേസിൻ്റെ കഷ്ണം എടുത്ത് പൊട്ടിച്ച് എങ്ങനെയൊക്കെയോ മാലയായിട്ട് ചെയ്ത് വെച്ചെങ്കിലും അത് അത്ര ഞാൻ വിചാരിച്ച പോലെ ഭംഗിയായില്ല. അപ്പം നമുക്ക് മാല ഇടാണ്ടുള്ള ലുക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഏതാണ്ടൊക്കെ ഈ ലുക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം അടിപൊളിയായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം നിങ്ങൾ അതിന് അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, താങ്ക് യു.